ഹായ് കൂട്ടുകാരെ, എല്ലാ കുട്ടികൾക്കും സുഖമല്ലേ? അപ്പൊ വെക്കേഷനൊക്കെ കഴിയാറായിട്ടുണ്ട്. നമ്മൾ സ്കൂളൊക്കെ നമ്മുടെ മക്കൾക്ക് തുറക്കാറായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ജൂൺ 1-ാം തീയതിയാണ് കണ്ണന് സ്കൂൾ തുറക്കുന്നത്. അപ്പൊ മുഖ്യ മക്കൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ജൂൺ 1-ാം തീയതിയോ 3-ാം തീയതിയോ ഒക്കെയാണ് സ്കൂളൊക്കെ തുറക്കുന്നത്. അപ്പൊ ഈ അവൻ ഇനി അടുത്ത തേർഡ് സ്റ്റാൻഡേർഡിലോട്ടാണേ. അപ്പൊ ഇതുവരെ തേർഡ് സ്റ്റാൻഡേർഡിൽ അഡ്മിഷൻ എടുക്കാൻ പോയിട്ടില്ല. അപ്പൊ ഇനി പോണം കേട്ടോ, ഇന്ന് പോണം. അഡ്മിഷനൊക്കെ എടുത്ത് ടെക്സ്റ്റ് ഒക്കെ വാങ്ങണം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ സ്കൂളിലോട്ട് ഇന്ന് പോകണം. സ്കൂളിൽ പോയിട്ടാണ് പിന്നീടാണ് ബുക്സ് ഒക്കെ അവന് വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. ബുക്സും കുറച്ച് തിങ്സും ബാഗും ഒക്കെ ഈ വർഷം ഇത് കൊണ്ടുപോകാനായിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് വാങ്ങാൻ പോകുന്നത്. അപ്പൊ എല്ലാ വർഷവും ഇതുപോലെ അവന് ബാഗും അവന് ഇഷ്ടപ്പെട്ട സാധനങ്ങളും ഒക്കെ വാങ്ങുന്നത് ഇതുപോലെ അവൻ കളക്ട് ചെയ്ത് ഇങ്ങനെ വെക്കുന്ന പൈസക്കാണ് കേട്ടോ വാങ്ങുന്നത്. അപ്പോൾ ഒരു വർഷം സ്കൂൾ അടച്ചു കഴിഞ്ഞ് ഇതേ കണക്ക് കോയിൻ ബോക്സിൽ നിന്ന് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അടുത്ത വർഷം വരെ അവൻ ഇതുപോലെ എല്ലാവരും കൊടുക്കുന്ന പൈസ ഇതുപോലെ കൊണ്ടുവന്ന് കളക്ട് ചെയ്തിടും കേട്ടോ. അപ്പൊ നമ്മൾ ചെറുതിലേ അവനെ ശീലിപ്പിച്ചിട്ടുണ്ട്. ഒരു സേവിങ്സ് ശീലം നല്ലതല്ലേ? നമുക്കായിരുന്നാലും നമ്മുടെ മക്കൾക്കായിരുന്നാലും അങ്ങനെ ഒരു ശീലം ഉള്ളത് എന്തായാലും നല്ലതാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് അവന് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ എന്താ പറയാ, കൊണ്ടൊന്ന് ഇങ്ങനെ ശേഖരിച്ച് അവന് ഒരു പൈസ അവൻ കളയില്ല. അവന് ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞ് വാങ്ങാനായിട്ട് തരില്ല. അങ്ങനെയൊന്നും ചെയ്യില്ല. അവൻ ഇതുപോലെ കൊണ്ടൊന്ന് ശേഖരിച്ച് വെച്ചിട്ട് ലാസ്റ്റ് ഇതെല്ലാം കൂടെ എടുത്തിട്ട് അവന് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അവൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വാങ്ങിക്കൊടുക്കും. അവന് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കും കേട്ടോ ഈ പൈസക്ക്. അവൻ അങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം കേട്ടോ. സ്കൂളിൽ കൊണ്ടുപോകുന്ന സാധനങ്ങളും ബാഗും ബുക്സും ഒക്കെ അവൻ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുന്ന പൈസക്കാണ് കേട്ടോ അവന് വാങ്ങിക്കൊടുക്കുന്നത്. അവനൊരു സന്തോഷം, നമുക്കൊരു സന്തോഷം കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഈ വർഷം ഇതുപോലെ വലിയൊരു നമ്മുടെ പിഗിന്റെ ഒരു കോയിൻ ബോക്സ് ആണ് കേട്ടോ വാങ്ങിയത്. കുറച്ച് നല്ല നീളം ഉണ്ടായിരുന്നു കേട്ടോ അതിന്. അത്യാവശ്യം നല്ല പൈസയൊക്കെ കൊള്ളും കേട്ടോ. അവന് വാങ്ങാനുള്ള പൈസ എന്തായാലും അതിലുണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാ പൈസയും ഞാനും ചേട്ടനും കണ്ണനൊക്കെ ഇരുന്ന് ഇതുപോലെ എണ്ണി തിട്ടപ്പെടുത്തി അതാണെങ്കിൽ ചെയ്യുന്നത്. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കൊടുത്തിട്ട് വേറെ ഇതിന്റെ നോട്ടാക്കി വാങ്ങാന്ന് പറഞ്ഞിട്ട് ഒന്നും കേട്ടില്ല. എന്റെ പൈസ എടുത്ത് വേറെ കടയിൽ കൊടുക്കണ്ട, വേറെ ഒന്നും വാങ്ങിക്കണ്ട, ഇതുപോലെ എടുത്ത് കൊടുത്താൽ മതി എന്ന് അവന്റെ നിർബന്ധത്തിലാണ് കേട്ടോ ഞാൻ ഈ പൈസയും കൊണ്ടാണ് ഷോപ്പിങ്ങിന് പോയത്. ഈ പൈസയാണ് അവന്റെ ഈ പൈസ ഈ ചില്ലറ ഈ 20-ന്റെ 100-ന്റെ 50-ന്റെ ഒക്കെ നോട്ടം കൊണ്ടാണ് കേട്ടോ ഞാൻ കടയിൽ കൊടുത്തത്. അപ്പൊ കുഴപ്പമില്ല, അവന്റെ സന്തോഷമില്ലേ എന്ന് കരുതിയിട്ട് നമ്മൾ എണ്ണി ഓരോ എമൗണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കടയിൽ കൊടുക്കുന്ന സമയത്ത് എളുപ്പത്തിന് തന്നെയാണ് വെച്ചത്. എന്നാലും ഈ ചില്ലറ ഇങ്ങനെ കൊടുക്കണുണ്ടേ, പിന്നെ അവന് ശേഖരിച്ച് വെച്ചതല്ലേ എന്ന് കരുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ബൂസ്റ്റിന്റെ ഈ കോയിൻ കണ്ടോ, ഞാൻ ചെറുപ്പത്തിൽ ബൂസ്റ്റ് കുടിച്ച് വാങ്ങിച്ച് കഴിച്ച സമയത്ത് അതിന്റെ കൂടെ കിട്ടിയതാണ്. അപ്പൊ നമ്മൾ ചെറുതിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും അവന്റെ കോയിൻ ബോക്സിന് ലക്കി കോയിനായിട്ട് ഇട്ട് കൊടുത്തതാണ്. അപ്പൊ നമ്മൾ രാമചന്ദ്രനാണ് കേട്ടോ പോയത്. അവിടുന്ന് പിസയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം പോത്തീസിലാണ് പോയത്. അവിടുന്ന് ഷൂവും ബോട്ടിൽ മാത്രമേ വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് രാമചന്ദ്രയിൽ പോയിട്ടാണ് ഇതുപോലെ ബുക്സും ബാഗൊക്കെ വാങ്ങിയത്. എല്ലാ വർഷവും രാമചന്ദ്ര പോയാണ് കേട്ടോ വാങ്ങുന്നത്. അപ്പൊ ഷൂ മാത്രം കുറച്ച് പ്രശ്നമായിരുന്നു രാമചന്ദ്രയിൽ നിന്ന് വാങ്ങാത്തതുകൊണ്ട് പോത്തീസ് പോയിട്ട് ഷൂവും ബോട്ടിലൊക്കെ അവിടെ നിന്ന് വാങ്ങി കേട്ടോ. അപ്പൊ കുറച്ച് സാധനങ്ങൾ ടവലും പനിയനും ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. ഇത് പോത്തീസിൽ നിന്ന് വാങ്ങിയ ബോട്ടിലാണ് കേട്ടോ, നല്ല ബോട്ടിലാണ്. അവന് ഇഷ്ടപ്പെട്ട് എടുത്തതാണ് കേട്ടോ ഷൂ. ഓരോ വർഷം ഓരോ ഷൂ വാങ്ങേണ്ട അവസ്ഥയാണ് കേട്ടോ. അത് ഒരു വർഷം പോലും കിടക്കുന്നില്ല ഷൂ. പിന്നെ കഴിഞ്ഞ വർഷം ബാറ്റയുടെ ആണ് കേട്ടോ വാങ്ങിച്ചത്. ബാറ്റയുടെ പെട്ടെന്ന് ചീത്തായി പോയി. അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ ഇത് ഒഡീസിയുടെ ആണ് വാങ്ങിയ കേട്ടോ ഷൂ. ബുക്സ് ഒക്കെ വാങ്ങി കേട്ടോ. തീരെ ചെറിയ ബുക്കല്ല കേട്ടോ, കുറച്ചൊരു വലിയ ബുക്കാണ് കേട്ടോ ഈ വർഷം തൊട്ട്. അപ്പൊ കുറച്ച് വലിയ ബുക്കാണ് കേട്ടോ വാങ്ങിച്ചത്. അത്യാവശ്യത്തിന് ബുക്കൊക്കെ വാങ്ങിച്ച് ബ്രൗൺ പേപ്പർ അല്ലാത്ത ബ്രൗൺ പേപ്പർ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ പുറത്ത് ഇങ്ങനെ നമ്മള് സാധാരണ ഞാൻ ഇത് ടെക്സ്റ്റ് സ്കൂളിലെ പേപ്പറോട്ട് പൊതിഞ്ഞിട്ട് ഈ ഒരു കവർ വെച്ചിട്ട് പൊതിയും കേട്ടോ. ഈ ഒരു കവർ ടൈപ്പ് ഒരു പേപ്പർ ഉണ്ടല്ലോ, അത് വെച്ച് പൊതിയും കേട്ടോ. അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇപ്രാവശ്യം നോക്കി ബ്രൗൺ പേപ്പറേ ഉണ്ടായിരുന്നില്ല കേട്ടോ, ഈ ഒരു കവർ ടൈപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് വാങ്ങി കേട്ടോ എല്ലാം. എന്തായാലും സ്കൂളിൽ നിന്നുള്ള പേപ്പർ ഉണ്ട്, എന്നാലും അതിന്റെ പുറത്ത് പെട്ടെന്ന് കീറി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പ്ലാസ്റ്റിക്കിലുള്ളത് പൊതിയുന്നത്. ഇത് അവന് സ്നാക്ക് ബോക്സ് ആണ്, അത് അവന് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇത് ബോക്സ്. ഇത് കണ്ടോ, ക്രയോൺസ്, ചെറിയ ക്രയോൺസ് എടുക്കാൻ പറഞ്ഞപ്പം അവിടെ നിന്ന് പോയി വലിയ ക്രയോൺസ് എടുത്ത് തന്നു. അത് അവന് വേണമെന്ന് പറഞ്ഞിട്ട് അത് തന്നെ വാങ്ങിച്ചു കേട്ടോ. ഇത് എത്ര ദിവസത്തേക്കെന്ന് അറിയില്ല, എത്ര വാങ്ങിക്കൊടുത്താലും 1-2 ദിവസം, ഒരാഴ്ച കൂടിപ്പോയി എത്ര ഇരിക്കത്തുള്ളൂ കേട്ടോ. പിന്നെ 2 പാക്കറ്റ് പെൻസിൽ വാങ്ങി. ആ 2 പാക്കറ്റ് ഒന്നും അല്ല കേട്ടോ, 2 മാസത്തിനകത്ത് വെച്ച് ആ 2 പാക്കറ്റ് പെൻസിലും തീരും. വീണ്ടും വാങ്ങേണ്ടി വരും കേട്ടോ. എന്നാൽ തൽക്കാലത്തേക്ക് വേണ്ടി വാങ്ങിച്ച്. പിന്നെ ബെൽറ്റ് കഴിഞ്ഞ വർഷത്തിൽ ചീത്തയായിപ്പോയി, അങ്ങനെ ബെൽറ്റും വാങ്ങി കേട്ടോ.
ബെൽറ്റ് വാങ്ങി. പിന്നെ ടെക്സ്റ്റ്, നമ്മുടെ സ്കൂളിൽ നിന്നുള്ള ടെക്സ്റ്റ് കേട്ടോ, ഇത് സെക്കൻഡ് സെമ്മിൻ്റെ ടെക്സ്റ്റാണ്. കഴിഞ്ഞ വർഷത്തെ അതേ കമ്പനിയിലോട്ട് ടെക്സ്റ്റ് തന്നെയായിരുന്നു കേട്ടോ ഈ വർഷം ഉണ്ടായിരുന്നത്. അപ്പം ടെക്സ്റ്റൊക്കെ മറിച്ച് നോക്കിയപ്പോൾ നമ്മൾ വലിയ കുറച്ചുകൂടെ നല്ല വലിയതായിട്ട് പഠിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോഴേ അവന് തേർഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കാനുണ്ടായിരുന്നു കേട്ടോ. മലയാളത്തിലുള്ള കവിതയായിരുന്നാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. കവിതയൊക്കെ ആയിരുന്നാലും അങ്ങനെ തന്നെയാണ്. ഹിന്ദിയും എല്ലാ സബ്ജക്റ്റും അങ്ങനെ തന്നെ. നമ്മൾ അതായത് ഒരു 6ലും 7ലൊക്കെ പഠിച്ച കാര്യങ്ങളാണ് കേട്ടോ ഇപ്പം 3ലൊക്കെ പഠിക്കുന്നവര്. അപ്പം എന്താ പറയാ, അപ്പം ഇതെല്ലാം ഞാൻ തന്നെ പഠിപ്പിച്ചു കൊടുക്കേണ്ടിയതാണ്. സ്കൂൾ അടയ്ക്കണ വരെ എനിക്ക് വിളിക്കാനുള്ള വക ഈ ടെസ്റ്റിൽ തന്നെ ഉണ്ട് കേട്ടോ. ഈ ഒരു വർഷം മൊത്തം ഇനി വിളിച്ച് വിളിച്ച് പഠിപ്പിക്കാനുള്ളതാണെന്ന് ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചേട്ടോ. സ്കൂളിൽ നിന്ന് എത്ര പഠിപ്പിച്ചാലും വീട്ടിൽ നിന്ന് ഞാൻ തന്നെ വിളിക്കേണ്ടി വരും കേട്ടോ. ഇത് ഫസ്റ്റ് സെമിനാർ ടെക്സ്റ്റ് ആണ്. ഒരുപാട് പഠിക്കാനുണ്ട് കേട്ടോ ഈ വർഷം. അങ്ങനെയാണല്ലോ, ഓരോ വർഷം കഴിയുന്നവരും പഠിക്കുന്നതിന്റെ എണ്ണം കൂടുതലാണല്ലോ. അപ്പം ടെക്സ്റ്റൊക്കെ മറിച്ച് നോക്കി കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ വലിയ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളാണ് ഈ വർഷം മക്കൾക്ക് ചെറിയ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഇത് കമ്പ്യൂട്ടറിന്റെ റോബോട്ടിക് ക്ലാസ്സിന്റെ ഒക്കെ ഒരു ടെക്സ്റ്റ് ആണ് കേട്ടോ. ഇത് വന്നിട്ട് 2 ടെക്സ്റ്റിനകത്തുണ്ട്. അങ്ങനെയാണ് വരുന്നത്. 6 സബ്ജക്റ്റ് ഒരു ടെക്സ്റ്റിനകത്താണ് കേട്ടോ. ഇംഗ്ലീഷും EVS-ഉം EVS ഇല്ല ഈ വർഷം തൊട്ട്, GS ആണെന്ന് തോന്നുന്നു. GS, SS, ഇംഗ്ലീഷ് ഗ്രാമർ, മാത്സ് ഒക്കെയാണ് ഒരു ടെസ്റ്റിനകത്ത്. പിന്നെ ആ ശീലം വീണ്ടും എന്താ പറയാ, നിലനിർത്താൻ വേണ്ടി പുതിയൊരു കോയിൻ ബോക്സ് വാങ്ങിക്കൊടുത്ത് അതിൽ വീണ്ടും പൈസ ഇട്ടു കേട്ടോ. ഈ വർഷം തൊട്ടേ ഇടണം. നമ്മൾ ആ പൊട്ടിച്ച ഉടനെ തന്നെ പുതിയതൊരെണ്ണം വാങ്ങി ഇടിയിപ്പിച്ചു കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ കൂട്ടുകാരെ, താങ്ക് യു ഫ്രണ്ട്സ്.